രക്തത്തിൽ കടലോളം സ്നേഹം, ഒരു തുണ്ടപ്പത്തിൽ ഒടുങ്ങാത്ത സ്നേഹം, ഓരോ ദിനവും ജീവനായി മാറാൻ, ഓരോ ദിനവും ജീവനായി മാറാൻ, കുർബാനയായൊരു നാഥന്റെ സ്നേഹം, സ്വർഗത്തിൻ സ്നേഹം, ഒരു തുള്ളി രക്തത്തിൽ കടലോളം സ്നേഹം, ഒരു തുണ്ടപ്പത്തിൽ ഒടുങ്ങാത്ത സ്നേഹം, ഓരോ ദിനവും ജീവനായി മാറാൻ, ഓരോ ദിനവും ജീവനായി മാറാൻ, കുർബാനയായൊരു നാഥന്റെ സ്നേഹം, സ്വർഗത്തിൻ സ്നേഹം, കണ്ണാൽ കാണാത്ത പ്രാണനെ പോലെ സത്യമാണെന്റെ കുർബാനയും, ആരോരുമറിയാത്ത ജന്മം പോലെ സ്വർഗീയമാണെന്റെ കുർബാനയും, കണ്ണാൽ കാണാത്ത പ്രാണനെ
ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂമിൽ. ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂമിൽ. വാരിൽ വാരലേ ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂമിൽ. ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂമിൽ. സ്വർഗ്ഗക്കുടയവനായി പരമപിതാവിൻ തിരുസുതനായി സ്വർഗ്ഗക്കുടയവനായി പരമപിതാവിൻ തിരുസുതനായി ജയഗീതം പാടാം വരവേൽക്കാം ഗീതികൾ പാടിടാം ജയഗീതം പാടാം വരവേൽക്കാം മധുമോഹന ഗീതികൾ പാടിടാം ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂമിൽ. ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂമിൽ. ജീവിതത്തിൽ ആഘോഷമായിട്ട് ഈശോയെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. ഈശോയുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ആഘോഷപൂർവമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്ന ദിവസമാണ്. ഇന്ന് വരെ ഞാൻ അർപ്പിച്ച ബലിയർപ്പണങ്ങൾ പോലെയല്ല, പൂർണ്ണമായ അറിവോടും ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നും ഞാൻ സ്വീകരിക്കാൻ പോകുന്ന കൂദാശ ഏതെന്നും വ്യക്തമായുള്ള അറിവോടും ഉത്തരവാദിത്ത ബോധത്തോടും കൂടി നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നോളം ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സന്തോഷം എനിക്ക് ഈ നിമിഷം അനുഭവിക്കാൻ സാധിക്കണം. എൻ്റെ ചുറ്റും ആർഭാടങ്ങളോ വലിയ ആഘോഷങ്ങളോ ഒന്നുമില്ല. ആകെയുള്ളത് എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന ഈശോയും ആ ഈശോയെ എനിക്ക് കാണിച്ചു തന്ന എൻ്റെ അപ്പനും അമ്മയും മാത്രമാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷരുടെയും നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കർമ്മത്തിനെ മുതിരുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ പക്കലേക്ക് നാം സമർപ്പിക്കണം. ഇനി അങ്ങോട്ട് എന്നും ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ പോലും നിന്റെ സന്നിധി വിട്ട് ഓടിപ്പോകാതിരിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഏറ്റവും നിർമ്മലമായ മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത്. മാമോദീസായുടെ സമയത്ത് എൻ്റെ മനസാക്ഷി എങ്ങനെയായിരുന്നുവോ, എൻ്റെ ആത്മാവ് എങ്ങനെയായിരുന്നുവോ, അതേ വിശുദ്ധി ഞാൻ വീണ്ടെടുത്തുകൊണ്ട്, കുമ്പസാരത്തിലൂടെ വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും നിർമ്മലമായ ഒരു ഹൃദയത്തോടുകൂടിയാണ് ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ ബോധ്യത്തോടു കൂടി ഏറ്റവും പരിശുദ്ധമായ ഈ ബലി നമുക്ക് അർപ്പിക്കാം. എന്നും ഈ യോഗ്യതകളോട് തന്നെ അയോഗ്യതകളൊന്നും ബാധിക്കാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം. തിരുനാളിൽ
കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞ സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ.
സ്വർഗത്തെന്നതുപോലുലകിൽ നിശ്ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിൻ അരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അന്നു കരിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപി നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമയോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനും അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കൻ അതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി തന്നെ സ്ഥൂലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ഉദ്ഘോഷിപ്പൂസാമോദം പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥം ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തനാക്കണമേ. ആത്മശരീരങ്ങളെ പോത്തിരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവരങ്ങേക്ക് പുരോശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം.
അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും താരം സ്തുതിരുവിന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ദൈവസ്തുതികൾ പാടിയിടും. ഒരുവനെയോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതു മോചിതവോ മല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താമവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചേർക്കുന്നു പണിയുന്നു നഗരിയവൻ കരുണാവാരിധിയവനോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. ൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കുന്നതുപോലെ ആമേനാമേനരവരകം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. മദ്ബഹ എന്നത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. ഓരോ തവണ സ്വർഗം തുറക്കപ്പെടുമ്പോഴും നർമ്മല്യത്തോടുകൂടി സ്വർഗത്തിന് മുമ്പിൽ നിൽക്കുന്ന മാലാഖമാരെയാണ് ഓർമ്മ വരുന്നത്. ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ മാലാഖമാർക്കൊത്ത നൈർമല്യത്തോടും പരിശുദ്ധിയോടും കൂടിയാണ് ഈ സ്വർഗം തുറക്കപ്പെടുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പോകുന്നത്. മാതാപിതാക്കൾ ഓരോരുത്തരും മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഓരോ തവണ ഇനി അവരുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഈ സ്വർഗം തുറക്കപ്പെടുന്നുവോ അപ്പോഴെല്ലാം മാലാഖമാർക്ക് ചേർന്ന പരിശുദ്ധിയോടും പവിത്രതയോടും കൂടി തന്നെ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ നിൽക്കുവാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളവെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം
കർത്താവേ നിന്നെ വണങ്ങിനരിക്കുന്നു ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അക്ഷരങ്ങളുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നതങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങിനരിക്കുന്നു ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉത്ഥാനം അക്ഷരങ്ങളുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നിശ്ചയമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവ്വരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ പരിപാലനാം ബലവാനേ പരിപാലനാം ആലത്തിലേ നിൻ കൃപ ഞങ്ങൾ തേടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ
പരിപാവനനാ അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദിമുതൽ എന്നേക്കുമാമേ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മളിപ്പോൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കാതുകൾ കൊണ്ട് കേൾക്കേണ്ടതും ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടതുമായ വചനങ്ങളാണ് ഇപ്പോൾ വായിച്ച് കേൾക്കുന്നത്. എന്ന് നമ്മൾ ഈശോയുടെ സ്വന്തമാകുന്നു, ഈശോയെ സ്വീകരിച്ച് അവൻ്റേത് മാത്രമാകാൻ ആഗ്രഹിക്കുന്നുവോ, അന്ന് മുതൽ തിന്മയുടെ ശക്തികൾക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഈശോയോട് അടുക്കും തോറും തിന്മ അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവർക്ക് ചുറ്റും തിന്മയുടെ ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരിക്കും. അവിടെ എന്റെ മക്കൾ ശ്രവിക്കേണ്ടതും വഴി നടക്കേണ്ടതും ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതും ദൈവത്തിന്റെ വചനങ്ങളാണ്. ഈശോയെ സ്വീകരിക്കുന്ന ഈ നിമിഷം നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസ്തത ഉണ്ടാകേണ്ടതും വാഗ്ദാനം നൽകേണ്ടതും അവന്റെ വചനങ്ങളോടാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനം കേൾക്കുകയും ഈ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, പൗലോസ് ലേഖ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം ഗുരു ആശീർവദിക്കണമേ. മിശിഹാ സഹോദരൻ ഇരിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ വരുന്നതുവരെ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റക്കാരനാകും. അതുകൊണ്ട് ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശോധിക്കട്ടെ. കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനാൽ നിങ്ങളിൽ പലരും ദുർബലരാകുകയും മറ്റനേകർ മരിച്ചു പോവുകയും ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
പിന്നാലം വരുന്ന ലാലം നാമേ ഹല്ലേലൂയ ഹല്ലേലൂയ സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് തന്റെ ശരീരം നൽകാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്ത പോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിത് പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായ പ്രിയ സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നൽകുന്ന, ആനന്ദം പകരുന്ന മനോഹരമായ ഒരു ദിവസമാണ് ആ കുടുംബത്തിലെ കുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണം. ഒരിടവകയുടെ ജീവിത യാത്രയിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇടവക ജനം ആഹ്ലാദിക്കുന്ന ദിവസമാണ് ആ ഇടവകയുടെ പൊതു ദിവ്യകാരുണ്യ സ്വീകരണ ദിനം. നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഇത് നടത്തുന്നു. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടി ഭംഗിയായിട്ട് നടത്തുന്ന പതിവുണ്ടായിരുന്നത് ഇപ്പോൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നടത്താൻ നിർബന്ധിതരായിരിക്കും. എന്തായാലും ശരി, അതിൻ്റെ അനുഗ്രഹം, അതിൻ്റെ ആഹ്ലാദവും അതിൻ്റെ സന്തോഷവും ബന്ധപ്പെട്ടവർക്കെല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകമായി മാതാപിതാക്കൾക്ക്, പിന്നെ അതിനെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച സിസ്റ്റേഴ്സ്, ഒപ്പം തന്നെ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന കൊച്ചച്ഛൻ, മിൻഡു അച്ഛൻ, നിങ്ങളുടെ മാതാപിതാക്കളെല്ലാം കുമ്പസാരം കേട്ട് ഇന്നലെയും മിനിഞ്ഞാന്നുമായി തുടർച്ചയായി കുട്ടികളിലെ കുമ്പസാരം കേട്ട് മണിക്കൂറുകളോളം ഇരുന്ന് കാര്യങ്ങൾ ഭംഗിയായിട്ട് ക്രമീകരിച്ച അച്ഛനെയും പ്രത്യേകം ആശംസകൾ നേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം. എനിക്ക് കുട്ടികളോടും മാതാപിതാക്കളോടും പറയാനുണ്ട് 2 കാര്യങ്ങൾ. കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ അച്ഛൻ തന്നെ ആമുഖമായിട്ട് പറഞ്ഞു, ദൈവ വചനത്തോടുള്ള ആഭിമുഖ്യം, ദിവ്യ കാരുണ്യത്തോടുള്ള ആഭിമുഖ്യം, പരിശുദ്ധ അമ്മയോടുള്ള ആഭിമുഖ്യം, 3 കാര്യങ്ങളാണ്. ദൈവവചനത്തുള്ള ആഭിമുഖ്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ തുടർച്ചയായിട്ട് ജീവിതത്തിൽ അവലംബിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം ആദ്യ അവസാനം വായിച്ച് ധ്യാനിച്ച് പഠിക്കുന്ന ഒരു ശീലം വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാവണം. കാണാൻ പഠിച്ചാൽ മാത്രം പോരാ, അത് ധ്യാനിച്ച്, അത് വായിച്ച് പഠിക്കുമ്പോഴാണ് പിന്നീട് ഒരു പ്രസംഗം എവിടെയെങ്കിലും കേട്ടാൽ ഞാൻ വായിച്ച് കേട്ടിട്ടുള്ള ഭാഗത്തെക്കുറിച്ചാണല്ലോ അച്ഛനെ പ്രസംഗിക്കുന്നതെന്ന് മനസ്സിൽ തട്ടുകയും അതിൻ്റെ ആത്മീയ ഉൾക്കാഴ്ചയും ഉത്തേജനവും ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത് ദിവ്യകാരുണ്യ ആരാധനയാണ്, ദിവ്യകാരുണ്യ ഭക്തി. കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല വിശുദ്ധനുണ്ടായിട്ടുണ്ട്.
പേര് കാർലോ അക്വിറ്റീസ്. പിള്ളേരൊന്ന് ഉറക്കെ പറഞ്ഞേ, കാർലോ അക്വിറ്റീസ്. പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, മാസ്ക് അവിടെ ഇരുന്നിട്ട് ഉറക്കെ പറ. കാർലോ. ഇതെല്ലാം ഊമന്മാരാണോ? കാർലോ പറഞ്ഞേ, അക്വിറ്റീസ്. ഇത് മറന്നു പോകരുതാത്തൊരു പേരാണ്, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. മറന്നു പോകാൻ പാടില്ല, കുട്ടികൾ ആരും മറക്കരുത്. കാർലോ അക്വിറ്റീസ് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് വാഴ്ത്തപ്പെട്ടവനായിട്ട് പരിശുദ്ധ പിതാവ് സഭയിൽ അദ്ദേഹത്തെ ഉയർത്തി. ആരാണ്? കാർലോ അക്വിറ്റീസ്, ACQUITIS, അക്വിറ്റീസ്. മരിക്കുമ്പോൾ വയസ്സ് 15. കണ്ടോ, 15 വയസ്സിൽ മരിക്കുന്ന കുട്ടി വിശുദ്ധനാകാൻ പോകുന്നു, വാഴ്ത്തപ്പെട്ടവനായി. ഇതെങ്ങനെ സംഭവിച്ചു? മാതാപിതാക്കൾ ഇംഗ്ലണ്ടിലായിരുന്നു, പിന്നീട് അവർ ഇറ്റലിയിലേക്ക് മാറി. ഈ കുഞ്ഞ് ജനിച്ച് പിച്ച നടക്കുമ്പോൾ തന്നെ ഈശോയോട് വലിയ ഇഷ്ടമായിരുന്നു, ദിവ്യകാരുണ്യത്തിനോട് വലിയ ഭക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ മാതാവിനോടും വലിയ ഭക്തിയായിരുന്നു. അവൻ എന്നാ സംഭവിച്ചേ, ആ കൊച്ചു കമ്പ്യൂട്ടറിൽ വലിയ വിദഗ്ധനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ഏറ്റവും വലിയ ആൺകുട്ടിയാണ്, അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ലോകത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹം മനോഹരമായ ഒരു വെബ്സൈറ്റ് മരിക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കി. രക്ത അർബുദം ബാധിച്ചാൽ മരിക്കുന്നത്. അപ്പം ജീവിതം മുഴുവൻ ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ച ഏറ്റവും ആധുനിക വിശുദ്ധനാണ് കാർലോ അക്വിറ്റീസ്. ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവനാണ്, താമസിയായിട്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടും. പാങ്ക്രിയാസിന് ക്യാൻസർ വന്ന ബ്രസീലിലെ ഒരു കുട്ടി ഈ അക്വിറ്റീസിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച രോഗം ഭേദമായതാണ് നടന്ന അത്ഭുതം. കാർലോ അക്വിറ്റീസിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച രോഗം ഭേദമായി. അത് ഡോക്ടർമാർ പരിശോധിച്ചു, സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് ഡോക്ടർമാരുടെ പരിധിയിൽ അപ്പുറത്തേക്ക് നടന്ന അത്ഭുതമാണ് എന്ന് തെളിയിച്ചു. കാർലോ അക്വിറ്റീസിൻ്റെ മധ്യസ്ഥതയിലാണ് രോഗം ഭേദമായത് എന്നതുകൊണ്ട് ആ കേസ് മാർപ്പാപ്പ അംഗീകരിച്ച് ഒപ്പുവെച്ച് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ഇനി മാതാപിതാക്കളാണ് പറയേണ്ടത്, ഇത് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് മനസ്സിലാക്കി കൊടുക്കണം. ദിവ്യകാരുണ്യ ഭക്തി കൊച്ചുങ്ങളുടെ ഉള്ളിൽ ഉണർത്തി വളർത്തിയെടുക്കണം. ദേവാലയത്തോടും പരിശുദ്ധ കുർബാനയോടുള്ള അടുപ്പം വീടിനുണ്ടാകണം. ഇല്ലെങ്കിലൊന്നും ഇത് നടക്കാൻ പോകുന്നില്ല. അത് വളരെ ഗൗരവമായിട്ട് എടുക്കാനുള്ള പ്രതിജ്ഞ നിങ്ങൾക്കുണ്ടാകണം. അതോടൊപ്പം അതിന് ചേർന്ന് പോകുന്നതാണ് അമ്മയോടുള്ള അടുപ്പം, മാതാവിനോട്. അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരും, കാരണം ഇത് മുത്തി അമ്മയുടെ ദേവാലയമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള മനുഷ്യർ, ഈ ഇടവകയിലെ അംഗങ്ങൾ മാത്രമല്ല, നാനാജാതി മതസ്ഥര് ഇവിടെ വരുന്നുണ്ട്. മുത്തി അമ്മയുടെ മധ്യസ്ഥം തേടി ഇവിടെ ഹിന്ദുക്കൾ വരുന്നുണ്ട്, മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് അകന്നിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഒരു കാര്യം, 2-3 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവവചനത്തുള്ള ആഭിമുഖ്യം. 2, ദിവ്യകാരുണ്യത്തുള്ള ആഭിമുഖ്യം. കുട്ടികൾക്ക് ഒന്നാന്തരം മാതൃക കിട്ടിയിരിക്കുന്നു. 15ാമത്തെ വയസ്സിൽ മരിച്ച ആ കുഞ്ഞിനെ സഭയിൽ വാഴ്ത്തപ്പെട്ടവനായിട്ട് മാർപ്പാപ്പ ഈ ആഴ്ചയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. എവിടെ പോയി ഈ പ്രഖ്യാപനം നടന്നതെന്നറിയാം? അസീസിയിലെ ബസിലിക്കയിൽ പോയി പാപ്പായുടെ പ്രതിനിധിയായിട്ടൊരു കർദിനാൾ ആഘോഷമായിട്ട് അസീസിയിലെ ബസിലിക്കയിൽ വെച്ച് പ്രഖ്യാപിച്ചു. കാർലോ അക്വിറ്റീസ്. ഇത് കുട്ടികൾക്ക് മാതൃകയാണ്. കുട്ടികൾക്ക് മാതൃക വേറെ ഒരുപാടുണ്ട് ഫോളോ ചെയ്യാനാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും. മാതാപിതാക്കൾ എനിക്ക് പറയാനുള്ള കാര്യം, വിദ്യാഭ്യാസം മാത്രം കൊടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. വിദ്യാഭ്യാസം കൊടുത്ത് ബുദ്ധി വികസിപ്പിച്ച് വളർത്തിവിട്ട രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വിഡ്ഢിത്വം നിങ്ങൾ ജീവിതത്തിലുണ്ടാവാൻ പാടില്ല. ആത്മഹത്യയിൽ നിന്ന് പെരുകുന്നത് വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് സിവിൽ സർവീസിൽ IPS പാസ്സായി
ഒരുപാട് ജോലി DGP വരെ എത്തിയിട്ട് ഗവർണർ പദവി 2 പ്രാവശ്യം നാഗാലാൻഡ് ഗവർണറായിരുന്ന ആൾ കെട്ടിത്തൂങ്ങി മരിച്ചു. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തലയ്ക്ക് കിട്ടുന്നതാണ്. ഹൃദയത്തിന് വികാസം ഉണ്ടാകണമെങ്കിൽ കർത്താവ് അവിടെ വേണം. അത് മക്കളെ പഠിപ്പിക്കുക മാത്രമല്ല, പരിശീലിപ്പിക്കണം. കുഞ്ഞുങ്ങൾ വളർന്ന് ഫേസ് ചെയ്യാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെയാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് കൃഷി ജീവിതവുമായിട്ട് നടക്കുമ്പം പ്രകൃതിയുടേതായ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. കുട്ടികൾ ഈ കമ്പ്യൂട്ടർ ലോകത്തിലേക്ക് ഇറങ്ങാൻ പോവുക. അപ്പോൾ അവർക്ക് മനസ്സിന് ശക്തി പകരുന്നത് കർത്താവാണ് എന്നുള്ള കാര്യം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണെന്നുള്ള കാര്യം അപ്പനും അമ്മ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പം വരുന്ന ഒപ്പീസിലേറ്റാണ്. ഒരു കൊച്ച് മരിച്ചത് 23 വയസ്സ്. NITയിൽ റാങ്കിനടുത്ത് മാർക്ക് വാങ്ങിച്ച കുട്ടി. അതിനുശേഷം എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പൂർത്തിയായി. അടുത്ത ആഴ്ചയിൽ കമ്മീഷൻ ചെയ്ത് പ്ലെയിൻ പറപ്പിക്കേണ്ട കുട്ടിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഇരുന്ന ഇടവകയിൽ. അവൻ്റെ കൂട്ടുകാരിവിടെയും ഞെട്ടിപ്പോയി. ഈ ആഴ്ച കമ്മീഷൻ ചെയ്ത് പ്ലെയിൻ പറപ്പിക്കേണ്ടയാണ്. ഒരു ദിവസം രാവിലെ ചെന്നപ്പം മരിച്ചു കിടക്കും. നമുക്ക് ഇത് താങ്ങാനായിട്ട് ഒരു മനസ്സുള്ള ഒരു ഹൃദയമുണ്ട്. അതിന് കരുത്തില്ലെങ്കിൽ വലിയ പാടാ ജീവിതം എന്ന് പറയുന്നത്. ഇത് മുതിർന്നവർക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളെ താങ്ങാൻ കരുത്തില്ലാത്തവനൊക്കെ തളർന്നു വീഴുന്നത് കണ്ടുകൊണ്ടായിരിക്കണേ. കരുത്തില്ലാത്തവനൊക്കെ തളർന്നു വീണുകൊണ്ടിരിക്കുക. ഈ അല്ലാത്ത അവസ്ഥ ഇനി ഭീകരമായിട്ട് വളരുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് വീട്ടിലെ ഓരോ അമ്മയും ഓരോ അപ്പനും ഹൃദയത്തിൽ കൃത്യമായിട്ട് സൂക്ഷിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കടന്നുപോയാലും അവർ ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഈശോ ഉണ്ടാകണം, അവരുടെ കൂടെ അമ്മയുണ്ടാകണം, അവരുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടാകണം. എങ്കിൽ കരുത്തുണ്ടാകും. അതില്ലെങ്കിൽ നഷ്ടപ്രായമായി വെറുതെ അധ്വാനിച്ചു, കർത്താവ് ഭവനം പണിതില്ല, പണിക്കാർ അധ്വാനം നിഷ്ഫലമായിരിക്കും. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിടണം. ഇത് നിങ്ങൾ മനസ്സിലും കുറിച്ചിടണം. അമ്മയും അപ്പനൊക്കെ നല്ല പട്ടണവും കൊടുത്ത്, നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, നല്ല ഉടുപ്പും ധരിപ്പിച്ച് നടന്നുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതൊക്കെ വേണം. ഈശോയെ കൊടുക്കണം. അതുകൊണ്ട് ഈശോയെ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനം വേണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടൊരു ജനമായി ഇടവേ. കാരണം ഇത്രയും ഗ്രേസുള്ളൊരു പള്ളി, ഇത്രയും കൃപ നിറഞ്ഞിരിക്കുന്ന ഒരു പള്ളി, ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്നാൽ തന്നെ അതിൻ്റെ കാറ്റടിച്ചാൽ തന്നെ ആത്മീയതയുടെ ആവേശമുണ്ടാവും. ഇതാണ് നമ്മുടെ പള്ളി. എത്രയോ മനുഷ്യർ ഇവിടെ വന്ന് ചുറ്റുമാർ ഈവനിങ്ങിലൊക്കെ വന്ന് ദൂരയിൽ നിന്ന് വന്ന് മാതാവിൻ്റെ സങ്കേതത്തിൽ വന്ന് ആ ബെഞ്ചിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വന്ന് കാണുക, ഹൃദയത്തിന് സമാധാനം കിട്ടാൻ. ഇത് നിങ്ങൾ നടുവിലുണ്ടായിട്ട് അത് പ്രയോജനപ്പെടുത്താൻ കഴിയണം. അത് പ്രയോജനപ്പെടുത്തുമ്പോൾ കുഞ്ഞുങ്ങളത് പ്രയോജനപ്പെടുത്തും. അവരുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും. അതൊന്ന് ബലിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാം. ഈശോയെ സ്വീകരിക്കാൻ പോവുക കൊച്ചുങ്ങൾ. അതൊക്കെ ഹൃദയത്തിൽ വളരെ ഒരുക്കത്തോടു കൂടി ഈശോ എൻ്റെ ഉള്ളിലേക്ക് വരണമെന്ന ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി കർത്താവിനെ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മാതാപിതാക്കൾക്കും ഒപ്പം തന്നെ സിസ്റ്റേഴ്സ് 2 പേര് ഇവിടെയുണ്ട്, റോസിയും ലിസ് ജോസും, അതുപോലെ തന്നെ മറ്റ് മാതാപിതാക്കളും എല്ലാവർക്കും, പാട്ടുകാർക്കും ഗായക സംഘത്തിനും ഒക്കെ ഭംഗിയായിട്ട് ഇതെല്ലാം നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിലൂടെ തങ്കച്ചനും ജോർജും ഒക്കെ എല്ലാവർക്കും മംഗളം ആശംസിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും
ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായിയുടെ തീഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോക ജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഇനി അങ്ങോട്ട് ഓരോ കർമ്മങ്ങളുടെ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നിരന്തരമായിട്ട് കാത്തുപരിപാലിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. ശ്രദ്ധ പതറുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാനുള്ള ഉത്തരവാദിത്തം, അതുപോലെ വിശുദ്ധ കുർബാനയുടെ ഓരോ സമയത്തും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, കൈവെപ്പ് ശുശ്രൂഷയുടെ സമയത്ത് തലകുനിക്കുക, ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് വൈദികൻ ദിവ്യരഹസ്യ ഗീതങ്ങളുമായി മധുബഹിയിലേക്ക് വരുമ്പോൾ തലകുനിച്ച് നിന്ന് ഭക്തിയോടുകൂടി നിൽക്കുക, സമാധാന ആശീർവാദത്തിൻ്റെ സമയത്ത് കുരിശ് വരച്ച് സമാധാനം സ്വീകരിക്കുക. ഇതുപോലെയുള്ള കർമ്മങ്ങൾ നമ്മുടെ മക്കൾ മറന്നു പോകുമ്പോൾ അത് മാതാപിതാക്കൾ ഇടം വരെ നിന്ന് ഓർപ്പിക്കാൻ തയ്യാറാകണം. ആ വലിയ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അപ്പൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തം, ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഉത്തരവാദിത്തം എന്നും അപങ്കരം കാത്തു സംരക്ഷിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി അതിപ്രധാനമായ ശുശ്രൂഷയിലേക്ക് നമുക്ക് പങ്കെടുക്കാം. എന്റെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
मसीहा पद में अकेरा अलमद वह कुदसा नदी हंसा हरे हंसा കൊല്ലം നമസ്കാരവളെ നന്നാലാകെ എന്നവളെ കണ്ടീസ് 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 പറയാ نهلا مسكني ونسبه بقريد مسيحا بدوي أكيرا المدبه قدسا نري همسا ومري همسا كل الناس كارغلي لما لاقي المغري كنديس 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 بريالها അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാൻ പാവനമീ ബലിയിൽ സുതനുടെ പ്രേക്ഷിതരെ ശാപിനെ വീഴ്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവിനേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തോളെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ ഹൃദയങ്ങൾ ചൊരിയുവിരേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവും ത്രിത്വത്തെ ബോധാൻ നിത്യം വാഴ്ത്തിടാം. തിന്മയുടെ ശക്തികൾക്കെതിരെ ശക്തമായ പരിചയം കവചവുമാണ് വിശ്വാസ പ്രമാണം. ഇന്ന് ഈശോയുടെ സ്വന്തമായി തീരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്ക്
ആക്രോശിച്ചാൻ തയ്യാറാകുന്ന എല്ലാ തിന്മയുടെ ശക്തിയോടും ചേർത്ത് നിൽക്കുവാനായി അവരുടെ ഹൃദയത്തിലും അതരങ്ങളിലും, മാതാപിതാക്കളായ നമ്മുടെ ഹൃദയങ്ങളിലും അതരങ്ങളിലും വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന ശക്തമായ പ്രാർത്ഥന നിരന്തരമായിട്ട് മുഴങ്ങണം. അപ്പോൾ ഏത് വലിയ ശക്തികൾ എൻ്റെ കുഞ്ഞുങ്ങളെ കീഴടക്കാൻ വന്നാലും, ഏത് വലിയ കൊടുങ്കാറ്റുകൾ അവർക്ക് നേരെ ആഞ്ഞടിച്ചാലും, ഈ വിശ്വാസ പ്രമാണം നൽകുന്ന ശക്തി കൊണ്ട് എനിക്കതിനെ ചെറുത്ത് നിൽക്കാനാകും. വിശ്വാസ പ്രമാണം ഉരുവിടാത്ത ഹൃദയങ്ങൾ ഒരുപക്ഷെ തിന്മയുടെ ശക്തികളോട് നിരായുധരായിട്ട് ഒറ്റയ്ക്ക് പടപൊരുതേണ്ടതായിട്ട് വരും. ദൈവത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ മക്കളുടെ നേരെ വരുന്ന എല്ലാ തിന്മയുടെ സാഹചര്യങ്ങളെയും ചേർത്ത് നിൽക്കുവാനും അതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിച്ച് നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ അവരെ ശക്തമാക്കണമെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഉരുവിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചസംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറവിടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും പിരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുമാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിലേക്കും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരനെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും നിങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ.
ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബിൻ നിഹതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുദ്ധവുമാ ന്യായവുമാണത് യുദ്ധവുമാ ന്യായവുമാണത് യുദ്ധവുമാ ന്യായവുമാണത് യുദ്ധവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. ോടെ മഹിമകളാൽ ഉന്നത വേദിയിലോശാന ദാവീദിൻ സുതരോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും രാജാവായി വീണ്ടും വരുവോനും ഉന്നത
ഇപ്പോൾ അർപ്പിക്കാൻ പോകുന്ന ബലി അത് യാന്ത്രികമായി നിർവികാരനായി നോക്കി നിൽക്കേണ്ട പ്രാർത്ഥനകളല്ല. അതിലൊരു പിതാവിന്റെ വേദനയുണ്ട്, പുത്രന്റെ വേദനയുണ്ട്, അമ്മയുടെ വേദനയുണ്ട്. ഒരു ലോകത്തിന്റെ പാപങ്ങൾക്ക് മുഴുവൻ വേണ്ടി സ്വന്തം പുത്രനെ വിട്ടു തന്ന ഒരപ്പന്റെ വേദനയുണ്ട് അവിടെ. ലോകത്തിനു വേണ്ടി തന്റെ ശരീരം മുഴുവൻ കുത്തി മുറിക്കപ്പെടുവാൻ വിട്ടുതരുന്ന ഒരു പുത്രന്റെ യാതനയുണ്ട് അവിടെ. കയ്യെന്തൂരത്ത് മകൻ നൊന്തു നേറി കരയുമ്പോൾ നിസ്സഹായതയോട് നോക്കി നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ വേദനയുണ്ട്. ഈ വേദനകളെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞാൻ അർപ്പിക്കേണ്ട പ്രാർത്ഥനയാണിത്. ഇതിന് സമാനമാണ് മാതാപിതാക്കളായ നമ്മളും ഈ മക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലി. അവിടെ ഒരപ്പനും അമ്മയും അനുഭവിച്ചതുപോലെ ഒരുപാട് വേദനകൾക്ക് നടുവിലാണ് ഞാൻ ഈ ബലി അർപ്പിക്കുന്നത്. ഒരിക്കലും എൻ്റെ വേദനകളുടെ മുമ്പിൽ എൻ്റെ മക്കൾ യാന്ത്രികമായോ നിർവികാരതയോടുകൂടി നോക്കി നിൽക്കാൻ പാടില്ല. ഞാൻ അർപ്പിക്കുന്ന ഓരോ ബലിയിലെയും അതിൻ്റെ യാതനകൾ മനസ്സിലാക്കി എന്നോട് ചേർന്ന് നിന്ന് നന്മയിലേക്ക് നടക്കേണ്ടവരാണ് എൻ്റെ മക്കൾ. പുത്രൻ അർപ്പിക്കുന്ന ഈ ബലിയിൽ നമ്മുടെ ജീവിത ബലിയെ മുഴുവൻ ചേർത്ത് വെച്ച് എൻ്റെ ബലി എൻ്റെ മക്കളുടെ ജീവന്റെ മഹത്വത്തിനും കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയുടെ സുദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകും ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാനത നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി വിരുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നീയോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മേൽദക്ഷിണമായ മാർ യൗസേ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അയച്ചനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവൻ വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നർവ്വത്തിനെ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവജീവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു.
അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ഉരുവിടാൻ പോകുന്നത് പാപസങ്കീർത്തനമാണ്. ദാവീദ് തന്റെ പാപക്കറകൾ കഴുകിക്കളയുവാനായി ചൊല്ലിയ പാപസങ്കീർത്തനം. ദാവീദിന് ആ സങ്കീർത്തനം ചൊല്ലുമ്പോൾ ഒരു വലിയ ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ പാപിയാണ്, എനിക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി. പക്ഷേ എൻ്റെ പാപത്തിന്റെ അനന്തരഫലങ്ങൾ എൻ്റെ അടുത്ത തലമുറയിലേക്ക് പതിക്കരുതേ എന്നായിരുന്നു ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഞാൻ ചെയ്ത പാപങ്ങളും അതിൻ്റെ പാപക്കറകളും എൻ്റെ അനന്തരാവകാശികളിലേക്ക്, എൻ്റെ അടുത്ത തലമുറയിലേക്ക് ഒലിച്ചിറങ്ങരുത് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. ദൈവമേ, ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും സമർപ്പിക്കുന്നു. അവയിൽ ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ എൻ്റെ മക്കൾ കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കഴുകി വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ വലിയ കുറവുകളായി എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഭവിക്കുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. പൂർണ്ണമായും ദൈവത്തിൻ്റെ പക്കലേക്ക് നൽകിക്കൊണ്ട് ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ സംഗീതത്തിന് ഒരുവിടാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അപരാധ നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ തന്നെ ശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, അവയെല്ലാം ഇപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. അങ്ങയുടെ വചനത്തിൽ അങ്ങ് നീതിയുക്തനാകുന്നു, അങ്ങയുടെ വിധികളിൽ അങ്ങ് കുറ്റമറ്റവനാകുന്നു. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, ഉത്ഭവം മുതലേ ഞാൻ പാപിയാകുന്നു. അങ്ങ് സത്യത്തിൽ പ്രസാദിച്ചു, അങ്ങയുടെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി. സോപ്പാകുടനെ തളിക്കുക, അപ്പോൾ ഞാൻ നിർമ്മലനാകും. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിരന്തരനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. lahma hayatın ismiya nehtes inara lahma nehtes minroma Selida Kolbender Roma Kari Nasiri Haidil Oyanis
നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മലിനതയെല്ലാം കഴുകി അപരാധങ്ങൾ നീക്കണമേ, പാപകരങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാ അപരാധങ്ങൾ നീക്കണമേ, പാപകരങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനെ നിണവും തിരുമേയും അപരാധങ്ങൾ നീക്കണമേ, പാപകരങ്ങൾ മായ്ക്കണമേ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അതരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
നമ്മെ ജയിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ശ്രേഷ്ഠമായൊന്നുമില്ല, എന്നാലുള്ളിൽ ദൈവരണേ ഈശോയിനുള്ളിലെഴുന്നള്ളണേ. ഈശോയെ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങിവരും ബലവാനേ പരിശുദ്ധരേ അമർത്യരേ അതിനാഥരേ. ബലവാനേ പരിശുദ്ധരേ അമർത്യരേ അതിനാഥരേ. ആത്മാവിൽ വാണിടാനാ വിതറിയ പാതയില്ല, തൂവിരിപ്പില്ലെന്റെ നാഥ. വിതറിയ പാതയില്ല, തൂവിരിപ്പില്ലെന്റെ നാഥ. എങ്കിലും സ്നേഹത്തിൻ പൂക്കൾ വിതറി ഞാൻ നിന്നെ സ്വീകരിക്കാം. എങ്കിലും സ്നേഹത്തിൻ പൂക്കൾ വിതറി ഞാൻ നിന്നെ സ്വീകരിക്കാം. ബലവാനേ പരിശുദ്ധരേ അമർത്യനേ അതിനാഥനേ. ബലവാനേ പരിശുദ്ധരേ അമർത്യനേ അതിനാഥനേ. ആത്മാവിൽ വാണിടാനാ ആത്മാവിൽ വാണിടാനാ
പാദങ്ങൾ കഴുകിടുവാനും അഭിഷേകം ചെയ്തിടുവാനും പാദങ്ങൾ കഴുകിടുവാനും അഭിഷേകം ചെയ്തിടുവാനും വെള്ളവും തൈലവുമില്ലെന്നാലും ഉള്ളതിൻ കണ്ണീരു മാത്രം. വെള്ളവും തൈലവുമില്ലെന്നാലും ഉള്ളതിൻ കണ്ണീരു മാത്രം. ഈശോയേ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. യോഗ്യതയെന്നിലില്ല, ശ്രേഷ്ഠമായൊന്നുമില്ല, എന്നാലും എന്നുള്ളിൽ നീ വരണേ ഈശോയിനുള്ളിലെഴുന്നള്ളണേ. ഈശോയേ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈശോ ലോകം മുഴുവൻ കീഴടക്കുന്ന ദൈവമാണ്. അവന്റെ അധികാരത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ സമാധാനം നിലനിൽക്കും. അവന്റെ അധികാരത്തോട് ചേർത്ത് നിൽക്കുന്നവയിൽ സമാധാനമില്ലായ്മയും. ലോകം മുഴുവൻ കീഴടക്കുന്ന ഈശോ ഇന്ന് എൻ്റെ മകൻ്റെയും മകളുടെയും ഹൃദയത്തെ കീഴടക്കിയിരിക്കുകയാണ്. ഒരിക്കലും അവൻ്റെ അധികാരത്തോട് ചേർത്ത് നിൽക്കാതെ എന്നും അവൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ട് നിൽക്കുവാനുള്ള നല്ല മനസ്സ് മക്കൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈശോ വന്നിറങ്ങിയ ഈശോയോട് നന്ദിയോടുകൂടി നമുക്ക് വിശുദ്ധ കുർബാനയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പങ്കെടുക്കാം. കർത്താവാദ്യമേ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു.
മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. വഴിയാൻ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമോയിപ്പിക്കും. നിത്യായുസ്സവ നേടും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാ അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയാനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും
പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന് മകടവുമായി തീരട്ടെ. അങ്ങയോട് കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ ഉത്സുകരാകട്ടെ. കർത്താവ് അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. എത്രയും സ്നേഹം നിറഞ്ഞവരെ, തുടർന്ന് നമുക്ക് ഉള്ളത് ഫോട്ടോ സെഷനാണ്. ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ പള്ളിയിൽ വെച്ച് തന്നെ എടുക്കുന്നു. കുട്ടികൾ എല്ലാവരും കൂടി വന്ന് വികാരിച്ചതിനൊപ്പം നിന്ന് പള്ളിയിൽ വെച്ച് തന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം സിംഗിൾ ഫോട്ടോയ്ക്കായിട്ട് കുട്ടികളും മാതാപിതാക്കളുമായിട്ട് പള്ളിമേടയുടെ അവിടേക്ക് വരിക. ആദ്യം കുട്ടികൾ എല്ലാവരും തന്നെ പള്ളിമേടയ്ക്കുള്ളിൽ പ്രവേശിച്ച് അവിടുത്തെ കസേരയിൽ ഇരിക്കുക. ഓരോ കുട്ടികളെ വീതം വിളിക്കുമ്പോഴത്തേക്കും മാതാപിതാക്കളും കൂടി വന്ന് ഫോട്ടോ എടുത്ത് അവർക്കുള്ള സർട്ടിഫിക്കറ്റും സമ്മാനവും വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നന്ദിയുടെ ഒരു വാക്ക് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ 2.5 മാസമായിട്ട് നമ്മുടെ കുട്ടികളുടെ രൂപീകരണത്തിന് ഒരുപാട് സഹായിച്ച 2 വ്യക്തികളാണ് നമ്മുടെ സിസ്റ്റേഴ്സ്. നമ്മൾ ഈ കാര്യം ആരംഭിച്ചപ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ, പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കളായ നിങ്ങളുടെ ഫോൺ കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൈകുന്നേരം സമയങ്ങളിലാണ്. 8 മണിക്ക് ശേഷമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സിനും ആ സമയത്ത് ഫ്രീ ആകണം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം 6:30 കഴിഞ്ഞിട്ടാണ് അവരുടെ കമ്മ്യൂണിറ്റിയുടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും അതിൻ്റേതായിട്ടുള്ള, കാരണം ബാക്കിയുള്ളവരും പ്രായമുള്ള സിസ്റ്റേഴ്സാണ്, ഇവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെയുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഇത് ആരംഭിച്ചപ്പോഴത്തേക്കും. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഒരു ഫോർമേഷന് വേണ്ടിയിട്ടും കഴിഞ്ഞ 2.5 മാസത്തോളം ഒരുപാട് സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പരിശീലിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സിസ്റ്റർ ലിസ് ജോസും സിസ്റ്റർ റോസിയ സിസ്റ്ററും രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ അനുമോദിക്കുകയും എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയും ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നൽകിയിട്ടുള്ള വലിയ പാഠങ്ങൾ ഇവർക്കൊന്നും മാർഗനിർദ്ദേശമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇടവകയുടെ ഭാഗത്തുനിന്ന് സിസ്റ്റേഴ്സിന് സമ്മാനം നൽകുന്നതിനായിട്ട് ഒരു സമ്മാനം നൽകുന്നുണ്ട്. സമ്മാനം നൽകുന്നതിനായിട്ട് ബഹുമാനയുടെ വികാരിയച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ആൺകുട്ടികൾ വികാരിച്ചൻ്റെ വലത്തെ സൈഡിൽ നിരനിൽക്കുക, പെൺകുട്ടികൾ ഇടത്തെ സൈഡിലും നിരനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സിസ്റ്റേഴ്സ് പറയുന്ന പോലെ മാസ്ക് എല്ലാവരും മാറ്റിക്കൊള്ളുക. ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും മാസ്ക് മാറ്റിക്കൊള്ളുക. ചൊല്ലി വാഴ്ത്തിടുന്നു സ്നേഹരാജാവമേശുനാഥ. നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു സ്നേഹരാജാവമേശുനാഥ. തിരിയാൻ കഴിയാത്തൊരാത്മബന്ധം, പറയാൻ വയ്യാത്തൊരാനന്ദം, നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു സ്നേഹരാജാവമേശുനാഥ. സ്തുതിഗീതം പാടിടും നേരം എന്നാവിൽ പുതുഗാനമേകി. സ്തുതിഗീതം പാടിടും നേരം
വാഴ്ത്തിടുന്നു സ്നേഹരാജാവേശുനാഥാ. സ്ഥിരോൽപ്പനായെഴുന്നള്ളും നേരം കൺമുൻപിൽ എന്നേശുവെ കണ്ടു. സ്ഥിരൂപനായെഴുന്നള്ളും നേരം കൺമുൻപിൽ എന്നേശുവെ കണ്ടു. തിരിയാൻ കഴിയാത്തൊരാത്മബന്ധം പറയാൻ വയ്യാത്തൊരാനന്ദം നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു സ്നേഹരാജാവേശുനാഥാ. നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു സ്നേഹരാജാവേശുനാഥാ.